അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അവലോസ് പൊടി എങ്ങനെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ്. നല്ല ടേസ്റ്റി അവലോസ് പൊടി, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് അല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് പച്ചരിയാണ്, അതാണ് അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അരി. അപ്പോൾ നമ്മൾ അരിപ്പൊടിയായിട്ട് വാങ്ങിക്കല്ല ചെയ്തേക്കുന്നത്, അരി വാങ്ങിച്ചിട്ട് അത് കഴുകി ഉണക്കി എടുത്തതിന് ശേഷം പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു മില്ലിൽ നമ്മൾ അരി പൊടിപ്പിക്കാനായിട്ട് വന്നേക്കാണ്. ആ മില്ലിൻ്റെ പേര് ജനതാ മിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലേറ്റ് മാറ്റുന്നതായിട്ട്, ഒരു മെഷീനിൽ ഒരു പ്ലേറ്റ് മാറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ പ്ലേറ്റ് ബേസിക്കലി ഏത് റിഫൈൻമെൻറ്റിൽ പൊടിപ്പിക്കണം എന്നനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. കാര്യം അരിപ്പൊടി തന്നെയാണെങ്കിലും പൊടിപ്പിക്കുന്നത് പല പേർപ്പസിനായിട്ടും പല റിഫൈൻമെൻറ്റിലാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അവലോസ് പൊടിക്കുള്ള പച്ചരി പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവലോസ് പൊടിക്കാണ് പൊടിപ്പിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയണം. അരിപ്പൊടിക്ക് പൊടിപ്പിക്കുന്നതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് അവർക്ക് മാറ്റി വെക്കേണ്ട വരും. ലെഫ്റ്റ് സൈഡിലെ മെഷീനിൽ അരി ലോഡ് ചെയ്ത് അത് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അത് ക്രഷ് ചെയ്ത് പൗഡർ ചെയ്ത് ഇങ്ങനെ താഴേക്കടെ ആ ബക്കറ്റിലേക്കാണ് വന്ന് വീഴുന്നത്. തുടക്കം തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മെഷീനിലുള്ള ബെൽറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലെ മെഷീനിൻ്റെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഈ സെയിം മോട്ടർ തന്നെയാണ് ഈ രണ്ട് മെഷീൻസിന് യൂസ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് 6 കിലോ നമ്മുടെ പൊടിപ്പിച്ച് കഴിഞ്ഞു. ഈ 6 കിലോയ്ക്കുള്ള റേറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് 15 രൂപയാണ് ഇവിടെ ഈ നാട്ടിൻപുറത്ത് വരുന്നത്. സിറ്റിയിലേക്ക് വരുമ്പോഴേക്കും ചാർജസ് ഒക്കെ ചെറിയതായിട്ട് കൂടുതലായിരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ ആ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ മെഷീനൊക്കെ തുടച്ച് വൃത്തിയാക്കി ബാലൻസ് വരുന്ന അവിടെ ചാടി കിടക്കുന്നൊക്കെ ആയിട്ടുള്ള ഫ്ലോർ മൊത്തം തന്നെ നമ്മൾ തിരിച്ച് ചാക്കിലേക്ക് തന്നെ ആക്കിയിട്ടാണ് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിനുള്ള അരിപ്പൊടികൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. അതുപോലെ തന്നെ അവലോസ് പൊടി ആണെങ്കിൽ പോലും നമുക്ക് ബേക്കറിയിൽ നിന്നാണെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിലും ആസ് ഇറ്റ് ഈസ് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ അരി പൊടിച്ചെടുത്ത് അരിപ്പൊടിയാക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി പൊടിച്ച് കിട്ടിയേക്കുന്ന അരി. അതൊന്ന് നമ്മൾ ആദ്യം തന്നെ അലുമിനിയം ഉരുളിയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിരകിയ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുന്നു. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് കളയാത്ത തേങ്ങയാണ്, എന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഈസ് തന്നെ ചിരകി അതുപോലെ തന്നെ എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള അവലോസ് പൊടിക്കുള്ള ടേസ്റ്റിൻ്റെ വ്യത്യാസവും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. ഒരു വേറെ പർപ്പസിനായിട്ട് തേങ്ങാപ്പാൽ കുറച്ച് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമായിരിക്കാം ഈ തേങ്ങ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അവലോസ് പൊടിക്ക് ടേസ്റ്റ് കൂടുതലും വാങ്ങിക്കുന്ന അവലോസ് പൊടിക്ക് ടേസ്റ്റ് കുറവും. അത് കഴിഞ്ഞിട്ട് ഇത് തേങ്ങയും ഈ അരിപ്പൊടിയും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഈ തേങ്ങ എന്തോരം ചേർക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു പാകം അനുസരിച്ചാണ്. ഈ പാകത്തിനാണ് നമുക്ക് ഫൈനലി കിട്ടേണ്ടത്. അതായത് ആ അരിപ്പൊടി കയ്യിലെടുത്ത് ഒന്ന് സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ കിട്ടണം. എന്ന് വെച്ചാൽ പൊടിയായിട്ട് ഇരിക്കരുത്, കുറച്ച് സോളിഡ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ അടിച്ച് പൊത്തി ഒരു കൂന പോലെ വെക്കുക. ഒരു മണിക്കൂർ ടു 2.5 മണിക്കൂർ വരെയാണ് ഏകദേശം വെക്കേണ്ടത്. ഇതൊന്നും അത്യാവശ്യം നന്നായിട്ട് പിടിക്കാനായിട്ട്, ഈ തേങ്ങാപ്പാലൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അരിപ്പൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നല്ല ടേസ്റ്റ് ആവാനായിട്ട്. ഇവിടെ ഇപ്പം നമ്മളിതൊരു 1.5 മണിക്കൂറാണ് നമ്മളിപ്പോൾ ഇത് വെച്ചേക്കുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും ആ അവലോസ് പൊടിക്ക്. അപ്പോൾ ഇത് പൊടിയൊന്നും ചാടാതെ നമ്മൾ കൊട്ടയിട്ട് മൂടി ഒരു 1.5 മണിക്കൂറിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചൂടായ ഓട്ടുരുളിയിലേക്കാണ് ഇത് ഇടുന്നത്. എല്ലാവരുടെ കയ്യിലും ഓട്ടുരുളി ഉണ്ടാവണമെന്നില്ല, ഓട്ടുരുളിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഉള്ള ഉരുളി യൂസ് ചെയ്യുക. ഓട്ടുരുളി നല്ലതാണെന്ന് പറയാനൊരു സയൻറ്റിഫിക് റീസണും കൂടിയുണ്ട്. ഓട്ടുരുളി ചൂടാവുന്നത് ഭയങ്കര യൂണിഫോം ആയിട്ടായിരിക്കും, അതായത് എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കും ആ ചൂടെത്തുക. അതിട്ടതിന് ശേഷം ഉടനെ തന്നെ അരുവാൾ കൊണ്ടോ ചട്ടകം കൊണ്ടോ അത് ഇളക്കി തുടങ്ങുക. പിന്നെ ഇതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം ഇത് ഇളക്കേണ്ട വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇളക്കാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന അരുവാളാണ്. ഒരു 5 സെക്കൻഡ് പോലും ഇളക്കൽ നിർത്താൻ പറ്റില്ല. ഇളക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിച്ചു തുടങ്ങും, അത് കത്തിപ്പോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വൈറ്റ് കളറൊക്കെ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക്, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രൗൺ തന്നെ പറയാൻ പറ്റത്തില്ല, ഒരു ടാൻ കളറിലേക്ക്. അപ്പോൾ ഈ പാകമാണ് ശരിക്കും നമുക്ക് പിടിക്കൊക്കെ യൂസ് ചെയ്യേണ്ടത്. അതായത് പിടി ഉണ്ടാക്കാനും അവലോസ് പൊടി ഉണ്ടാക്കാനൊക്കെ നമ്മൾ അരി പൊടിപ്പിക്കേണ്ട റിഫൈൻമെൻറ്റ് ഏകദേശം സെയിം തന്നെയാണ്. ഇനി മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നതേ ഉള്ളൂ. അതായത് അവലോസ് പൊടിയുടെ ഒരു കളർ, അതായത് ഒരു ഡീപ്പ് ടാൻ കളർ എത്തണ വരെയും നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അവലോസ് പൊടിയുടെ ഒരു പാകം ഏകദേശം എത്താറായിട്ടുണ്ട്. ഏകദേശം ആ കളറൊക്കെ ഒരുവിധം എത്തിയിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഫൈനലി നമ്മുടെ അവലോസ് പൊടി റെഡി. നമ്മുടെ ഈ ഒരു പുഴത്തീരത്തൊക്കെ കാണുന്ന മാതിരി ഒരു മണൽ മാതിരി തോന്നും. നല്ല ഡീപ്പ് ടാൻ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള മണൽ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അവലോസ് പൊടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതെടുത്ത് പ്ലേറ്റിലിട്ട് പഴം കൂട്ടി അടിക്കുക എന്നുള്ളൂ. എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ സുപരിചിതമായതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ അകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അവലോസ് പൊടി തന്നെയാണ് അവലോസ് ഉണ്ട ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അവലോസ് പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ അവലോസ് പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.